ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആൻഡ് അതിൻ്റെ കുറച്ച് സയൻസ്, ദെൻ അതെങ്ങനെ നമുക്ക് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് എത്താം എന്നുള്ള കുറച്ച് ടോപ്പിക്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. സോ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഫ്രണ്ട് ആവാം, ഒരു റിലേഷൻഷിപ്പ് ആവാം, ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആവാം. നമ്മൾ ഒരാൾ തന്നെയാണ് നമ്മുടെ ലോകം, അല്ലെങ്കിൽ ആ ആളെ ചുറ്റിപ്പറ്റിയാണ് ഫുൾ നമ്മുടെ ഹാപ്പിനെസ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ. അല്ലെങ്കിൽ അയാൾ വന്നില്ലെങ്കിൽ, അയാൾ നമുക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിൽ, അയാളുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ കൂടെ ആണ് നമ്മൾ ഇമോഷണലി നമ്മൾ ആ ആളുമായിട്ട് കണക്ട് ആവുന്നത്, അല്ല അറ്റാച്ച്ഡ് ആവുന്നത്. സോ ഇത് കുറേ പേർക്ക് റിലേറ്റബിൾ ആയിരിക്കാം. കുറേ പേര് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഈവൻ എനിക്കും ആ ഒരു പോയിന്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടുമായിട്ട് ഇതേപോലെ തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ്, ഓവർ അറ്റാച്ച്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. സോ അറ്റാച്ച്ഡ് ആയിരുന്നു. ആൻഡ് അതിൽ നിന്ന് നമുക്ക് കുറേ ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ജസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നിങ്ങളും ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒരു 5 സ്റ്റെപ്പ് ഞാൻ പറയാം. അപ്പം അതാദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരാൾ വരിക, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ആരും ആയിക്കോട്ടെ, ലൈഫിൽ ഒരാൾ വരിക എന്നുള്ളത് അത് ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ടാണ്. എന്ന് വെച്ച് ഇയാളാണ് എൻ്റെ ലോകം, ഇയാളെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ എല്ലാ കാര്യവും, അങ്ങനെ നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു 5 വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ആ പേഴ്സൺ എ ഓർ ബി ആരും ആയിക്കോട്ടെ, ആ പേഴ്സണിൻ്റെ സങ്കടങ്ങൾ, ആ പേഴ്സണിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം വിഷമങ്ങളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അയാൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഷോ നീ അതെങ്ങനെ സോൾവ് ചെയ്യും, അത് എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ആ ഒരു ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. ഓക്കെ, ഇങ്ങനെ അയാളുടെ എല്ലാ പെയിനിനെയും എല്ലാ പ്രോബ്ലംസിനെയും സ്വന്തം പ്രോബ്ലമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത്, ഇപ്പം അയാൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഷോർട്ട് റിപ്ലൈ ആണെങ്കിൽ, ഒരു ഇങ്ങനെയൊക്കെയുള്ള ഷോർട്ട് റിപ്ലൈ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അയ്യോ അതെന്തോ പറ്റി ഇപ്പം ഇങ്ങനെ അയക്കേ, ഇനി ഞാനെന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാണ്. ഒരു കാര്യവും ഇല്ലാണ്ട് നമ്മൾ ആ ഒരു ഷോർട്ട് റിപ്ലൈനെ, മേ ബി ആൾ തിരക്കുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പക്ഷേ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യാണ്, ഞാൻ ഇനി അയച്ചത് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉടനെ വിളിക്കുന്നു, ഒരു 100 കോള് വരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ദെൻ അയാളൊന്ന് സൈലൻ്റ് ആകുമ്പോഴത്തേനും സെയിം പ്രശ്നം, നമ്മൾ റെസ്റ്റ്ലെസ് ആവാണ്, എന്തായിരിക്കും ഇപ്പം പ്രശ്നം, അതെന്തിനായിരിക്കും ഇപ്പം അങ്ങനെ ചെയ്തത്, എന്താ ഇപ്പം മിണ്ടാതിരാ നടക്കുന്നത്, ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു പ്രഷർ തരികയാണ്. അറിഞ്ഞോ അറിയാതെ എങ്ങനെ ആയി പോവാണ്. ദെൻ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ചെറിയ സന്തോഷങ്ങൾ പോലും ആളുടെ അടുത്തായിരിക്കും ആദ്യം പറയുന്നത്. നമ്മുടെ അടുത്ത് വേറെ ആൾക്കാർ പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നമ്മൾ ആളുടെ അടുത്തായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇയാൾ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു കേട്ടോ, ഈ ഒരു രീതിയിൽ പോലും നമ്മൾ നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ അടുത്തോ ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെയൊക്കെ പോയി സംസാരിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മുടെ എല്ലാം ഇവരാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഫുള്ളി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പം ഈ പറഞ്ഞ 5 ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇനി ഹൗ ടു റെഡ്യൂസ് ഈ അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻറ്റ് എങ്ങനെ നമുക്ക് ഓവർ ആവാതെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഈ അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബിഗറാക്കി വെക്കുക. ലൈഫ് കുറച്ചുകൂടെ ബിഗറാക്കി വെക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സർക്കിൾ വലുതാക്കണം എന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പെർട്ടിക്കുലർ പേഴ്സൺ മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് സ്വന്തമായിട്ട് ഫാമിലി ഉണ്ട്, നമുക്ക് വേറെ ചുറ്റുപാടുമുള്ള ആൾക്കാരുണ്ട്. സോ നമ്മുടേതായിട്ടുള്ള ഹോബീസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ എൻജോയ് ചെയ്യുക. അയാളിപ്പം എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയി പോയാൽ ഓക്കെ, എനിക്ക് വേറെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്, ഈ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പരിധി വരേക്കും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അയാൾ വന്നില്ലല്ലോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഡൗൺ ആയിരിക്കുന്നതിന് പകരം നമുക്കും ചില റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മേ ബി ഫ്രണ്ട്സ് ഉണ്ടാവാം, സോ വേറെ ആരും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല, ഞാനായിരിക്കണം നിൻ്റെ ഫ്രണ്ട്. ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻ, അങ്ങനെ തന്നെ അതിനെ പറയാം. ടോക്സിക് റിലേഷൻസിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രണ്ട്സ്, ഫാമിലി, വാട്ട് എവർ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ബാക്കി എന്ത് കാര്യങ്ങളുണ്ടോ അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ലൈഫിനെ കുറച്ചുകൂടെ ബിഗർ ആക്കി വെക്കുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫാൻസി വേൾഡിലാണോ മീൻസ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഫാൻസി വേൾഡിലാണെങ്കിൽ നമുക്ക് ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഒരുപാടുണ്ടാവും. അതായത് ഫാൻസി വേൾഡ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ റീൽസിലും ഇതിലുമൊക്കെ ഒരുപാട് കാണും നല്ല റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഓഹ് എനിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ. ഈവൻ നമ്മൾ ഈ പർട്ടിക്കുലർ പേഴ്സണായിട്ട് അടുക്കുന്ന സമയത്ത് പോലും ആൾക്ക് ഒരുപാട് ഫോൾസ് ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും കണക്കാക്കാതെ നമ്മൾ വിചാരിക്കും, ഓക്കെ അവൻ എന്നെ ഇഷ്ടമായതുകൊണ്ട് അല്ലെ അവൾക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെ മാറ്റുമായിരിക്കും, ഇതൊക്കെ ചേഞ്ച് ആവും, ഒരു ദിവസം ഇതൊക്കെ മാറും. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മുന്നേക്ക് പോവാണ്. നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ അയാളുടെ ഇത് തിരുത്താനോ നമ്മൾ പോണില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. സോ ഇത് ഒന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെ ഫാൻസി വേൾഡിൽ നിന്ന് നമ്മളൊന്ന് ഇറങ്ങി നിന്നാൽ നമുക്കിത് ഈ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ കുറയ്ക്കാൻ സാധിക്കും. ദെൻ സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കീപ് ബൗണ്ടറീസ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് അതിനെ ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിലും ചെയ്യാതിരിക്കുക. ദെൻ നമുക്കൊരു ലെവലുണ്ട്, ആ ലെവലിൽ നിന്ന് ഇറങ്ങിച്ചെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളിലൊന്നും പോവാതിരിക്കുക. ദെൻ ബൗണ്ടറീസ്, ആരെ എവിടെ എങ്ങനെ നിർത്തണം എന്നുള്ള ഒരു ബൗണ്ടറി നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ ബൗണ്ടറിയും കടന്ന ഒരാൾ നമ്മുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവാൻ വരികയാണെങ്കിൽ സേ നോ, അതിന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. നമുക്കൊരു വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു വാല്യൂ വേണം. സോ അത് ഏത് രീതിയിലും നശിപ്പിക്കാൻ ഒരാളെ കൊണ്ട് സമ്മതിക്കാതിരിക്കുക. ആ ബൗണ്ടറീസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക. ഓക്കെ, ദെൻ നമുക്കൊരാൾ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കണം, നമ്മുടെ ലോകമേ അയാളെന്നുള്ള രീതിയിൽ അയാൾക്ക് മെസ്സേജ് അയക്കുക. ഫുൾ ടൈം അയാളൊന്ന് മിസ് ചെയ്യാൻ പോലും നമ്മൾ ഗ്യാപ്പ് കൊടുക്കാതെ ഫുൾ ഓൺ ആ ഒരു പേഴ്സണെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം കൂടെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, മെസ്സേജ് ചെയ്യേണ്ട, വിളിക്കേണ്ട, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം മാത്രം വിളിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ഓവറായിട്ടെല്ലാം ഷെയർ ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരേക്കും നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയുമ്പോഴത്തേനും സെയിം സിറ്റുവേഷൻ തന്നെ എങ്ങനെ നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കാം, ഇതാണ് ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. സോ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നിങ്ങളൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ എന്തിൻ്റെയും പുറകെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ എക്സ്പെക്ടേഷൻസ് ഫെയിലായി പോയിട്ടുണ്ടാവും പലരുടെ അടുത്തുനിന്ന്, ഈവൻ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന്, ഫാമിലിയുടെ അടുത്തുനിന്ന്, അങ്ങനെ. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അത് വിചാരിച്ച് തന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് പോകുമ്പം നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശയാവും. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം നമുക്ക് ആളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആവണം എന്നുണ്ട്, ബട്ട് പറ്റുന്നില്ല. സോ ഈ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എങ്ങനെ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, എല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. സോ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക. ചേഞ്ചസ് ഉണ്ടാവും, അത് അവരിലുണ്ടാവും, നമ്മളിലുണ്ടാവും, ആരിലും ഉണ്ടാവും. സോ ആ ചേഞ്ചസ് നമ്മളിൽ എങ്ങനെ പോസിറ്റീവായിട്ട് ഇവോൾവ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ട കടമ നമ്മുടെയാണ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരണം, ഏതൊക്കെ രീതി, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ആരോടൊക്കെ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഏതാണ്, ആരോടാണ്, എങ്ങനെയാണെന്നുള്ളത്. സോ അത് നമ്മൾ മനസ്സിലാക്കി ആ ചേഞ്ചസിനെ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ജേർണലിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. ജേർണലിങ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം
അപ്പം ഞാൻ എക്സ്പെക്റ്റേഷൻ ഫെയിലായ കാര്യം തന്നെ പറഞ്ഞു. നമ്മൾക്കിപ്പം ഒരു ഫ്രണ്ട് ഉണ്ടാവും, എക്സാമ്പിളാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ആ ഫ്രണ്ട് നമ്മുടെ മാത്രം ഫ്രണ്ട് ആക്കണം. വേറെ ആരും ആളുടെ ഒന്നും മിണ്ടുന്നത് ഇഷ്ടമല്ല, ആരുടെ അടുത്ത് പോകണ ഇഷ്ടമല്ല, ഇവളെൻ്റെ മാത്രമാണ്, ഈ കൂട്ടുകാരിനെ ഞാൻ വേറെ കൊടുക്കൂല, ഇങ്ങനെയൊക്കെയുള്ള തോട്ടൊക്കെ വെച്ച് നടക്കുന്നവരുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. സോ ആള് വേറൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്തിനാ ഇപ്പോൾ അവളോടെ പോയെ, അവൾ എൻ്റെ ഫ്രണ്ട് അല്ലേ, അവളെ എന്തിനാ അവർ വിളിച്ചോണ്ട് പോയി, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ ഇങ്ങനൊരു പ്രശ്നം നമ്മളെ വരുമ്പോൾ മാനസികമായിട്ട് നമുക്കത് അഫക്റ്റ് ചെയ്യും. ആ ഒരു കാര്യം നമ്മളൊരു ജേർണലിൽ എഴുതി വെക്കുക. ജേർണലിൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇനി ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക. ഇനിയിപ്പോൾ അവൾ പോയാലെന്താ, അവൾ എൻ്റെ ഫ്രണ്ട് അല്ലേ, അവള് അവരുടെ അടുത്തും കൂടെ സംസാരിച്ചോട്ടെ, ഇനിയിപ്പോൾ എന്താ, ഈ ഒരു റീസൺസ് നോട്ട് ഡൗൺ ചെയ്ത് നമ്മൾ നമുക്ക് തന്നെ ഉള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുക. എന്നിട്ട് ഈവൻ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള അല്ലെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും സെയിം ജേർണലിംഗ് പ്രോസസ്സിൽ എഴുതി വെക്കുക. ദെൻ അത് പിന്നെ വായിക്കാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ ആ പേപ്പർ, ഇപ്പം വിഷമിച്ചിട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് ടിയർ ചെയ്യോ അല്ലെങ്കിൽ കത്തിച്ച് കളയോ, എന്താണെന്ന് വെച്ചാൽ അതൊരു ഹീലിംഗ് മെത്തേഡാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു കാര്യം എടുത്തു കളയാം. വിക്ടിം മെൻറ്റാലിറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, എൻ്റെ കാര്യത്തിലല്ലെങ്കിലും ഇങ്ങനെ, ഈ ഒരു തോട്ട് ഉണ്ടല്ലോ, അതാണ് ആദ്യം എടുത്തു കളയേണ്ടത്. ഈ ഒരു വിക്ടിം മെൻറ്റാലിറ്റി വെച്ച് നമ്മൾ ഇരിക്കുന്ന ലൈഫ് ലോങ് നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. സോ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി മാറ്റിയിട്ട് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പല ആൾക്കാരോട് സംസാരിക്കാം, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇതിന് ഇങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, അതിന് നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ മാത്രമായിരിക്കണം. അതും കൂടെ പറയട്ടെ, ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ മാത്രമായിരിക്കണം. ദെൻ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലായിരിക്കും എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയവർക്ക് ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വന്നാൽ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം ഇത് ചിന്തിച്ചാലേ അങ്ങനെ വിചാരിച്ച് നമ്മൾ റൂയിനാക്കും. സോ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഓക്കെ, അതവിടെ കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഓഫീസിലിരിക്കുകയാണോ, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലാണോ അല്ലെ കോളേജിലാണോ, എവിടെയാണോ നിങ്ങളുള്ളത്, നിങ്ങൾ പ്രസൻ്റായിട്ട് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഇനി എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു 1-2 ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നിങ്ങളവിടെ കണ്ടു എന്ന് വരാം. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുമ്പം, ഓ അവിടെ ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നോ, അതിൽ പൂവുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഇപ്പോൾ ആ ഒരു തോട്ടിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ചുറ്റിലും എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ള കാര്യം. അതേപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പതിയെ കുടിക്കുക. അത് കുടിക്കുന്നത് നമ്മൾ അറിയണം, ആ രീതിയിൽ പതിയെ കുടിക്കുക. അതൊക്കെ ജസ്റ്റ് മൈൻഡ്ഫുൾ ആവാനുള്ള ചെറിയ ടെക്നിക്കുകളാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊന്ന് ഒരു 5 minutes ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ആ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ദെൻ നമ്മൾ ഇൻറ്റേർണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. നേരത്തെ ബൗണ്ടറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം ആരൊക്കെ ഇൻറ്റേർണൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്യരുത്, ചെയ്യണം. നോർമലി ഒരാളെ ഇൻറ്റേർണൽ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ സമ്മതിക്കരുത്. ഓക്കെ, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആരാണെങ്കിലും ആ ബൗണ്ടറിക്ക് അപ്പുറം ഇങ്ങോട്ടേക്ക് വരരുത്. വന്നാൽ എന്താ പറയണ്ടേ, നോ. ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പുതിയ ആൾക്കാരെ കാണുക, അവരുടെ അടുത്ത് സംസാരിക്കുക, അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഞാനൊക്കെ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അവർ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് വെച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും പുതിയ ആൾക്കാരെ കാണുമ്പോൾ വെട്ടിത്തുറന്ന് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയരുത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. ഈവൻ അവരുടെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴും നമ്മളും അത് എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളൊരു കാര്യവും നമുക്ക് വേണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പം, അല്ലെങ്കിൽ ഇത് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കുറച്ച് കൊണ്ടുവരിക. ഇമോഷണലി ഡിറ്റാച്ച്മെൻ്റ് എന്നല്ല ഞാൻ പറയാം, അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.